ഹായ് ഗൈസ്, ഇന്നേ നമുക്ക് റവ ഉപ്മാവ് ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ ഉഴുന്ന് പരിപ്പ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കടലപ്പരിപ്പ്, പിന്നെ ക്യാരറ്റും വലിയ ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചാൽ കേട്ടോ. പിന്നെ നമ്മളെ കറിവേപ്പിലയും. ഇനി കടലപ്പരിപ്പ് എനിക്ക് അത്യാവശ്യമുള്ള സാധനമൊന്നുമല്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഇടാന്ന് മാത്രം. പിന്നെ ഇതാ വെള്ളം. ഇതിങ്ങനെ വെള്ളം ആവി പോണത് എന്തെന്നറിയാം, തിളച്ച വെള്ളമായിട്ട് ഞാൻ എടുത്തത്. പച്ചവെള്ളം ഒഴിക്കുക. ഞാൻ തിളച്ച വെള്ളം ഇവിടെ അടുപ്പത്തുണ്ടായിരുന്നു, അപ്പോൾ അത് എടുത്ത് വെച്ചതാ. നമുക്ക് ഉണ്ടാക്കാം അല്ലേ. റവ നന്നായിട്ട് വറുക്കുക. റോസ്റ്റഡ് റവയൊക്കെ കിട്ടും, അതാണെങ്കിൽ അതെടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് വറുത്തു. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിടാം. കടുകും കറിവേപ്പിലയും പിന്നെ കടലപ്പരിപ്പ്, അതൊന്ന് ചൂടായി വരുമ്പം ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കുക. ഉഴുന്ന് പരിപ്പ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ക്യാരറ്റ്, ഉള്ളിയും പച്ചമുളകും അത് 3 കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. മഞ്ഞൾപ്പൊടി ഇതിൽ തന്നെ ഇടുമ്പോഴേ അതിൻ്റെ ആ പച്ചമണം മാറി കിട്ടും. അപ്പോൾ അത് കാരണമാണ് ഈ വഴറ്റിനകത്ത് തന്നെ ഇടുന്നത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ റവ അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളം വറ്റി അത് വെന്ത് വരുന്നത് വരെ ഇളക്കുക. കണ്ടപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ഉപ്മാവായില്ലേ. നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ എന്താ പറയുക, പലഹാരമാണല്ലേ. പലഹാരം എന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉപ്മാവ് അല്ലേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറൊന്നും ഇല്ലാത്തുമ്പോഴേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പിന്നെ പ്രഭാത ഭക്ഷണമാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ.